ആഹാ, നീ ഇവിടെ സ്വപ്നം കണ്ട് കിടക്കാണോ? റിസപ്ഷന് പോണ്ടേ? നീ എന്റെ കൂടെ സ്നേഹം കാണിച്ച് നടക്കുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയാനിയാ. നീ വിചാരിക്കുന്ന പോലെ എന്റെ കല്യാണം മുടങ്ങില്ല, നടന്നിരിക്കും. അതും നിന്റെയൊക്കെ മുന്നിൽ വെച്ച്. ബ്രോ, സമയമുണ്ടല്ലോ. കല്യാണം നടക്കോ ഇല്ലേന്നൊക്കെയുള്ളത് നാളത്തെ കാര്യമല്ലേ? നിന്റെ കല്യാണം നടക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാൻ കാരണം ആ പൂതനേന്ന് നിന്നെ രക്ഷിക്കാനാ. അത് നീ മനസ്സിലാക്കുന്നില്ല. നിനക്കൊക്കെ മാത്രോ അവള് ഭൂതന, എനിക്കവള് ലക്ഷ്മിയാ, മഹാലക്ഷ്മി, എന്റെ ജീവിതത്തിന്റെ ഐശ്വര്യം. ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്തോ? ഊട്ടിയാണോ കൊടൈക്കനാലാണോ? മേഡത്തിന്റെ സ്റ്റാറ്റസ് നോക്കിയാ പാരീസോ സ്വിറ്റ്സർലൻഡോ ആയിരിക്കും. മേഡം എന്താ ഒന്നും പറയാത്തത്? നിങ്ങളെല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കും. ഓക്കെ മാഡം. ഇങ്ങോട്ട് മാറി നിൽക്കും. എന്താ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാ പോരെ? എപ്പോഴും റൂമിൽ കയറി ഇറങ്ങിയ ആൾക്കാർക്ക് സംശയം തോന്നില്ലേ? മാഡം സോറി, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ഫോണിൽ പറയാൻ പറ്റില്ല. ഓക്കെ, പറ. ചാരുവിനെ ഫോളോ ചെയ്തപ്പോ ഒരു കാര്യം മനസ്സിലായി. മാഡം പറഞ്ഞതുപോലെ അവൾ ഒരു കില്ലാടി തന്നെയാ. നല്ല സൂപ്പർ പ്ലാനിംഗ് ആയിട്ടാ അവൾ എല്ലാരും കൂട്ടി വന്നിരിക്കുന്നത്. നീ കാര്യം പറ ബാബുക്കുട്ട. കല്യാണത്തിന് പങ്കെടുക്കുന്ന പോലെ നിന്ന് മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് മുങ്ങാനാ അവരുടെ പ്ലാൻ. ഞാൻ ആലോചിച്ചിരുന്നു അവളുടെ വരവിന് പിന്നിൽ എന്തോ വലിയ പ്ലാനിംഗ് ഉണ്ടെന്ന്. അവളുടെ ബുദ്ധി വെച്ച് ഇത്രയ്ക്കൊക്കെ ആലോചിക്കാമെങ്കിൽ എന്റെ ബുദ്ധി വെച്ച് ഞാൻ എത്രയൊക്കെ ചിന്തിക്കും. നീ അവളെ ഫോളോ ചെയ്തത് നന്നായി, ഗുഡ്. ഇനി ഞാൻ പറയാം, അതുപോലെ ചെയ്യണം. എന്താണ് മാഡം? ചാരുവിനെ ഫോളോ ചെയ്യണം. അവൾ ആരോട് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നൊക്കെ എന്നെ അറിയിക്കണം. നിന്റെ ആളുകളോടും അലേർട്ട് ആവാൻ പറയണം. ഓക്കെ മാഡം. അമ്മാവൻ ഇവിടെ എങ്ങാനും ഉണ്ടോ ആവോ? ഒരു ഫ്ലെക്സ് വെച്ചത് ഇത്രയും വലിയ കുറ്റമാണ്. അമ്മാവന്റെ ഒക്കെ ആശംസയല്ലേ എഴുതി വെച്ചത്.